ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ സ്റ്റോക്ക് മാർക്കറ്റ് എക്സ്പീരിയൻസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇട്ടിരുന്നു. അത് സ്റ്റോക്ക് മാർക്കറ്റ് എക്സ്പീരിയൻസ് മാത്രമല്ല, കുറച്ചധികം കാര്യങ്ങൾ ഞാനത് പറയുന്നുണ്ട്. അപ്പോൾ അത് കാണാത്ത ആൾക്കാർ ഉറപ്പായിട്ടും കണ്ടു നോക്കുക. അതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണിത്. അപ്പോൾ ഇതിനകത്തും കുറച്ച് അധികം കാര്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഫീൽഡിലോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ കണ്ടിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ വീഡിയോക്കകത്ത് പറയുന്നത്. മാൻഡേറ്ററി ഒന്നുമല്ല, ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ ഉറപ്പായിട്ടും കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്ത് വേണമെങ്കിലും കമൻറ്റ് ചെയ്യാം. നിങ്ങൾ ആഗ്രഹിച്ചൊരു ലൈഫാണോ നിങ്ങൾ ലീഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച ഒരു സ്ട്രീമാണോ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയത്. ഇപ്പോൾ +1 ആണെങ്കിലും +2 ആണെങ്കിലും നിങ്ങൾ ചില ആൾക്കാർ സയൻസ് ആഗ്രഹിച്ചു, ചില ആൾക്കാർ കൊമേഴ്സ് ആഗ്രഹിച്ചു. അപ്പം നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു പ്രൊഫഷനാണോ നിങ്ങൾ തിരഞ്ഞെടുത്തത്, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പ്രൊഫഷൻ മാറാൻ ആഗ്രഹമുണ്ടോ, ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഇതിൽ നിന്ന് സ്വിച്ച് ചെയ്യാനൊക്കെ താല്പര്യമുണ്ട്, മനസ്സിലായി. അപ്പം നിങ്ങൾ മാത്രമല്ല, അപ്പം നമുക്ക് ഇഷ്ടമുള്ള ലൈഫിലോട്ട് നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ചെറിയൊരു വീട്ടുവീഴ്ച വരുത്തേണ്ട ആവശ്യമുണ്ട്. അപ്പം പല ആൾക്കാർക്കും അങ്ങനെ ചേഞ്ച് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ചേഞ്ച് ചെയ്ത് നോക്കുക. ഒരു 25 വയസ്സ് 30 വയസ്സൊക്കെ ആണെങ്കിൽ ഓക്കെ, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് വലിയൊരു കുഴപ്പമില്ല, നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, കരിയർ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. അപ്പം നിങ്ങൾ ആഗ്രഹിച്ച ലെവലിലോട്ട് നിങ്ങൾക്ക് ഒരു പൊട്ടൻഷ്യൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ ഈ ചാനലിനോട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം ഇതാണ്. അതായത് നമ്മൾ ഷെയർ മാർക്കറ്റിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറയുന്നത് മാത്രമല്ല, നമ്മുടെ പെർസ്പെക്റ്റീവിനെ പറ്റി സംസാരിക്കുക മാത്രമല്ല, ഇപ്പം ഇതുപോലത്തെ കരിയർ സ്വിച്ചിങ്, ഇതെല്ലാം ഒരു കരിയറുമായിട്ട് ബേസ് ചെയ്ത സാധനമാണല്ലോ. അപ്പം നമുക്കൊരു നല്ലൊരു പേഴ്സണാലിറ്റി ഉണ്ടാക്കിയെടുക്കുക, നമുക്ക് കരിയർ ബിൽഡ് ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെപ്പറ്റി ഒരു ഓപ്പൺ ഡിസ്കഷൻ നടത്തുക. അതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ചാനലിനോട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക് തന്നെ അറിയാം, പല ആൾക്കാർക്കും ഒരുപാട് ടാലൻ്റുള്ള ആൾക്കാരുണ്ട്. പക്ഷേ അവരുടെ ടാലൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ജോലികളല്ല ചെയ്യുന്നത്. പലരും ജോലി ചെയ്യണമല്ലോ, പൈസ കിട്ടണമല്ലോ, അതുകൊണ്ട് മാത്രം ജോലി ചെയ്യുന്ന. പക്ഷേ അവർക്ക് നല്ല പൊട്ടൻഷ്യലുള്ള ആൾക്കാരുണ്ട്. പക്ഷേ അവരോട് ആ പണി നിർത്തിയിട്ട് മറ്റേ പരിപാടി ചെയ്യാൻ പറഞ്ഞാൽ പല ആൾക്കാരും ചെയ്യത്തില്ല. കാരണം അവിടെ ഒരു കൺസിസ്റ്റൻസി ഇല്ല, മാത്രമല്ല അവൾ കയറി വരുമെന്നുള്ള പേടി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പല ആൾക്കാർക്കും. അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാർ കുറച്ച് പേര് പറഞ്ഞു അവർക്ക് സ്റ്റോക്ക് മാർക്കറ്റ് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഞാൻ പറഞ്ഞാൽ നിനക്ക് ശരിക്കും ഇതിനോട് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് മാത്രമേ ഇത് പഠിച്ചിട്ട് കാര്യമുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പോലത്തെ കാര്യങ്ങളോട് നീങ്ങുക. പിന്നെ പല ആൾക്കാരും പറയുന്നുണ്ട് പാസീവ് ഇൻകം. ഏറ്റവും വലിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഷെയർ മാർക്കറ്റ് പാസീവ് ഇൻകം എന്ന് പറയുന്നത്. ഷെയർ മാർക്കറ്റ് ഒരിക്കലും ഒരു പാസീവ് ഇൻകം അല്ല. ഇപ്പം നമ്മൾ ഇൻവെസ്റ്റിങ്ങും അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡ് ഇതുപോലത്തെ സാധനമൊക്കെ ആണെങ്കിൽ പാസീവ് ഇൻകം എന്ന് പറയാൻ പറ്റും. പക്ഷേ പല ആൾക്കാരും പാസീവ് ഇൻകം ഉദ്ദേശിക്കുന്നത് ഇൻട്രാഡേ ട്രേഡിങ്ങിനാണ്. ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു പാസീവ് ഇൻകം അല്ല. ആക്റ്റീവാണ്, ഹൈലി ആക്റ്റീവായിട്ട് നിങ്ങൾ മാർക്കറ്റിൽ നിന്നാൽ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. കാരണം നമ്മൾ അത്ര പൊട്ടൻഷ്യൽ അവിടെ എടുത്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് റിസൾട്ട് ഉണ്ടാകത്തുള്ളൂ. കാരണം ഹൈ ഫ്ലക്ച്വേഷനാണ്. ഹൈ ഫ്ലക്ച്വേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും മാർക്കറ്റിനെ അല്ല പറഞ്ഞത്, മെൻ്റൽ ഫ്ലക്ച്വേഷൻ. ആ മെൻ്റൽ ഫ്ലക്ച്വേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ ഇൻട്രാഡേ വെച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഞാൻ എൻ്റെ എക്സ്പീരിയൻസും മാത്രമല്ല, ഈ മേഖല നിൽക്കുന്ന ആൾക്കാരോട് ചോദിച്ചതും അറിഞ്ഞതും ആയിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയാം. അതായത് ഇൻട്രാഡേയിൽ ഫോക്കസ് ചെയ്ത ആൾക്കാർക്ക് ആണ് ഈ 95% ഫെയിലിയേഴ്സ് ഉണ്ടായിട്ടുള്ളത്, മനസ്സിലായോ. അല്ലാതെ സ്വിംഗ് ട്രേഡ് ഇൻവെസ്റ്റിങ്ങിലോട്ടൊക്കെ ഫോക്കസ് ചെയ്ത ആൾക്കാർക്ക് നല്ല രീതിയിൽ റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം നമുക്ക് പറ്റുന്നത് ഏത് ടൈപ്പ് ഓഫ് ട്രേഡ് ആണെന്ന് അത് നമുക്ക് മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഏതൊക്കെ സംഭവങ്ങളാണ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം ഇൻട്രാഡേ ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ആളാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. അപ്പം നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, പറ്റത്തില്ലാത്ത ഒരാളാണ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അടുത്തൊരു ട്രേഡിംഗ് സ്റ്റൈലോട്ട് നമ്മൾ മാറണം. അവിടെയാണ് നമ്മൾ കോമൺ സെൻസ് ഉപയോഗിക്കേണ്ടത്, മനസ്സിലായി. അല്ലാതെ അവിടെ നിന്ന് നമ്മൾ വീണ്ടും ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള പൈസ പോവും. പൈസ മാത്രമല്ല, നമ്മുടെ മെൻ്റൽ സ്റ്റേറ്റും വേഴ്സ് ആവുന്നല്ലാതെ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതലും സ്റ്റോക്സിലോട്ടാണ് ഫോക്കസ് ചെയ്തത്. ഇപ്പോൾ എല്ലാവരും സ്റ്റോക്സിലോട്ട് ഫോക്കസ് ചെയ്യുന്നതല്ല ഞാൻ പറഞ്ഞത്. കാരണം എനിക്ക് കൂടുതൽ റിസൾട്ട് തന്ന സ്റ്റോക്സാണ്. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും സ്റ്റോക്സിലോട്ട് ഫോക്കസ് ചെയ്യുന്നത്. എനിക്ക് അതിനകത്ത് കിട്ടുന്ന ലാഭം, അതിനകത്ത് കിട്ടുന്ന ഒരു ഇൻകം, എനിക്കത് ഓക്കെയാണ്. ഇപ്പം നമ്മൾ ഒരുപാട് ഓവർ എക്സാജറേറ്റഡ് ആയിട്ട് ഇതിൻ്റെ പുറകെ പോകില്ല. അതായത് എനിക്ക് കോടികൾ ഉണ്ടാക്കണം അങ്ങനെയൊന്നുമല്ല. നമ്മൾ കുറച്ചൊക്കെ സാറ്റിസ്ഫൈഡ് ആകാൻ പഠിക്കണം. ഏത് സ്റ്റൈൽ ഓഫ് ട്രേഡിംഗ് ആണ് നമുക്ക് സൂട്ടബിൾ ആകുന്നത് അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അവിടെ നമ്മൾ പണിയെടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ പല ആൾക്കാർക്കും പറ്റുന്ന പറഞ്ഞാൽ ആ ഒരു തിരഞ്ഞെടുക്കൽ തെറ്റിപ്പോകുന്നു. സ്റ്റോക്ക് മാർക്കറ്റിന് കുഴപ്പമില്ല, മെജോറിറ്റി ആൾക്കാരും ഇൻട്രാഡേ ഓപ്ഷൻസിനാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇൻട്രാഡേ ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബൈയിങ് ആണ്. ഓപ്ഷൻ ബൈയിങ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഡെഡ്ലിയസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ്. ഞാൻ ഒരുപാട് ചെയ്തിട്ടുള്ളതാണ്, നല്ല രീതിയിൽ പൈസ പോയിട്ടുണ്ട്, പൈസ ഉണ്ടാക്കിയിട്ടുമുണ്ട്. പക്ഷേ അത് നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് അങ്ങനെ ഓപ്ഷൻ ബൈയിങ് മാത്രം ചെയ്ത് പൈസ ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ചെയ്യാൻ വേണ്ടി. കാരണം നമ്മുടെ മാർക്കറ്റൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് മാനിപ്പുലേറ്റഡ് ആണ്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് നല്ല റാലികൾ, അതായത് നല്ലൊരു അപ്സൈഡിലോട്ട് മാർക്കറ്റ് നല്ല രീതിയിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ മൂവ്മെൻറ്റിലേക്കാണ് നമുക്ക് ഓപ്ഷൻ ബൈയിങ്ങോട്ട് ലാഭം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഒരു സൈഡ് വേസ് മാർക്കറ്റിൽ ഒരിക്കലും ഓപ്ഷൻ ബൈയിങ് വെച്ച് നമുക്ക് പ്രോഫിറ്റുകളാകാൻ പറ്റത്തില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. ഇനി നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു എക്സെപ്ഷണൽ മനുഷ്യനാണെന്ന് ഞാൻ പറയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഒന്നെങ്കിൽ ഓപ്ഷൻ സെല്ലിങ്ങിലോട്ട് ഫോക്കസ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റോക്സിലോട്ട് ഫോക്കസ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റിങ് അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡിങ് മറ്റ് ഓപ്ഷൻസിലോട്ട് ഫോക്കസ് ചെയ്യുക. അതാണ് ഏറ്റവും ബെറ്റർ. പൈസ ഉണ്ടാക്കണം എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷൻസിലോട്ടൊക്കെ നിങ്ങൾ മാറിയേ പറ്റത്തുള്ളൂ. അല്ല നിങ്ങൾക്ക് ഒരു ത്രില്ലിംഗ് ആണ്, പൈസ പോയാലും കുഴപ്പമില്ല, അങ്ങനെയുള്ള മൈൻഡ് സെറ്റുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രാഡേ ഓപ്ഷൻസ് ഫോക്കസ് ചെയ്യാമെന്നുള്ള ഒരു കുഴപ്പമില്ല. പക്ഷേ പൈസ പോയി കഴിയുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടാകാൻ പാടില്ല, അത്രേ ഉള്ളൂ.
അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാമെന്ന് വെച്ചാൽ സ്റ്റോക്സിലോട്ട് ഫോക്കസ് ചെയ്യാൻ പറയാൻ പല ആൾക്കാരും പറഞ്ഞു സ്റ്റോക്സിലൊക്കെ വേണ്ട എന്ത് കാണിക്കാനാണ്, നല്ല പൈസ വേണ്ടേ, അതിനോടൊക്കെ ആൾക്കാർക്ക് പുച്ഛമാണ്. പക്ഷേ അങ്ങനെയല്ല, നമ്മൾ അൾട്ടിമേറ്റ്ലി പൈസ ഉണ്ടാക്കാനാണ് വന്നത്, മനസ്സിലായി? പൈസ കളയാൻ വേണ്ടിയല്ല, പൈസ ഉണ്ടാക്കുക, അത്രേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. പൈസ ഉണ്ടാക്കാൻ വന്നെങ്കിൽ പൈസ ഉണ്ടാക്കണം, പൈസ കളയാൻ നിൽക്കില്ലേ. അപ്പോൾ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഏത് ട്രേഡിംഗ് സ്റ്റൈലാണോ അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് അവിടെ പണിയെടുത്താൽ നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാൻ പറ്റും. അല്ല നമ്മൾ ഈ 95% ആൾക്കാർ ഫെയിൽ ആകുന്നത് 1% ആൾക്കാർ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല, മനസ്സിലായി? നമുക്ക് കൃത്യമായിട്ട് നമ്മളെ കൺട്രോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അത്രേ ഉള്ളൂ, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നമ്മളെയൊക്കെ ഒന്ന് മാറ്റിയെടുക്കുന്നതിനൊക്കെ ഒരു ലിമിറ്റുണ്ട്, മനസ്സിലായി? നമ്മുടെ ബുദ്ധി, നമ്മുടെ ചിന്താഗതി ഇതൊക്കെ ജനറ്റിക്കലി കിട്ടുന്നതാണ്. അതായത് വെച്ചാൽ ഒരുപാട് മോഡിഫിക്കേഷൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മുടെ ബുദ്ധിയിൽ ഒതുങ്ങുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. പക്ഷേ നമ്മുടെ ഒരു ബുദ്ധിയുടെ അളവ് എന്തുമാത്രമുണ്ട് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അതായത് ഇപ്പോൾ ഐൻസ്റ്റീൻ്റെ ലെവലിൽ ചിന്താഗതിയൊക്കെ നമുക്ക് ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ ചില ആൾക്കാർക്ക് കാണും അങ്ങനെയൊക്കെ. അതുകൊണ്ട് പക്ഷേ നമ്മൾ അതീവ ബുദ്ധിമാനാകുമോ അങ്ങനെയൊന്നുമല്ല എൻ്റെ കാര്യം. നമ്മൾ ഉള്ള ബുദ്ധി കൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കുക. അപ്പം നമ്മുടെ ചോയ്സുകളാണ് നമ്മളെ നയിക്കുന്നത്. അതായത് നമ്മൾ വലിയ ബുദ്ധിമാനാണോ, നമ്മൾ വലിയ പഠിക്കാൻ കഴിവുള്ളവനാണോ, അതൊന്നും അല്ല എൻ്റെ മെയിനായിട്ടുള്ള കാര്യം. നമ്മൾ ഓപ്പർച്യൂണിറ്റികൾ എങ്ങനെ വിനിയോഗിക്കുന്നു, നമ്മൾ തീരുമാനം എങ്ങനെയൊക്കെ എടുക്കുന്നു, ഏതൊക്കെ സമയത്ത് കൃത്യമായിട്ട് എങ്ങനെ തീരുമാനിക്കുന്നു, ആ തീരുമാനങ്ങളൊക്കെയാണ് നമ്മുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ ഈ ഒരു സമ്പ്രദായം കുറച്ച് ഫാസ്റ്റായിട്ടാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നടക്കുന്നത്. അതായത് ഇവിടെ തീരുമാനങ്ങൾ വളരെ റാപ്പിഡായിട്ട് എടുക്കണം, വളരെ പെട്ടെന്ന് നമ്മൾ തീരുമാനിക്കണം, പെട്ടെന്ന് തന്നെ റിസൾട്ടും വരും. അതാണ് ഇതിൻ്റെ ഒരു സംഭവം. പക്ഷേ ആ ഒരു പെട്ടെന്നുള്ള തീരുമാനം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇന്നാലും ചെയ്യും. 12 വർഷം പഠിച്ചിട്ട് +2 ആകുമ്പോഴത്തേക്കും അടുത്ത കോഴ്സ് എന്തെടുക്കണമെന്ന് അത്രയും പോലെ നമ്മൾ പഠിച്ചിട്ട് പോലും നമുക്ക് ചിലപ്പോൾ തീരുമാനം എടുക്കുമ്പോൾ തെറ്റിപ്പോകുന്നുണ്ട്. അത്രയും മെച്ചേർഡായിട്ട് നമ്മൾ തീരുമാനം എടുക്കുമ്പോൾ പോലും പലപ്പോഴും പല ആൾക്കാരെയും കരിയർ സൂട്ടാകുന്നില്ല. അത്രയും ബുദ്ധിമുട്ടാണ് ഒരു സംഭവം തീരുമാനിച്ചെടുക്കുക എന്ന് പറഞ്ഞത്. പല ആൾക്കാരും ബൈ ലക്ക് റെഡിയാകുന്നതാണ്. ചില ആൾക്കാർക്ക് നേരത്തെ തന്നെ അവരുടെ കഴിവ്, പാട്ട് പാടാനുള്ള കഴിവുകൾ, അങ്ങനെ എക്സ്പ്രസീവായിട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് നേരത്തെ തന്നെ അവർക്ക് ആ കഴിവ് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അല്ലാത്ത ആൾക്കാർക്ക് വലിയ പാടാണ് മനസ്സിലാക്കിയെടുക്കാൻ. 12 കൊല്ലമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം നമുക്ക് തീരുമാനം എടുക്കും തെറ്റിപ്പോകുന്നു. അപ്പോൾ പിന്നെ സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് വരുമ്പോഴത്തേക്കും എങ്ങനെ തെറ്റായിരിക്കും. അപ്പോൾ അവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ക്വിക്കായിട്ട് തീരുമാനം എടുക്കാനുള്ളൊരു കഴിവ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യാം, മനസ്സിലായി? അല്ലെങ്കിൽ നമുക്ക് ക്വിക്കായിട്ട് തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരാളാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് വേണം. എന്നിട്ട് വളരെ കുറച്ച് മാത്രം തീരുമാനം എടുക്കാൻ പറ്റുന്ന കുറച്ച് റിസ്ക് ഉള്ള മേഖലയിൽ നമ്മൾ, അതായത് സ്വിംഗ് ട്രേഡോ സ്റ്റോക്സോ അങ്ങനത്തെ കാര്യങ്ങളിലോട്ട് ഫോക്കസ് ചെയ്യാം. നല്ല കഴിവുള്ള ആൾക്കാർ ഇൻട്രാഡേ പോലത്തെ സാധനം എടുത്തിട്ട് ഫോക്കസ് ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ ആ ഒരു തിരിച്ചറിവ് വേണം, എവിടെയാണ് നമ്മൾ പണിയെടുക്കേണ്ടത് എന്നുള്ളതിനെപ്പറ്റി നമുക്ക് ബോധം വേണം. അതായത് ഉസൈൻ ബോൾട്ടിനെ നമുക്ക് ഓടി തോപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് രാവും പകലും നമ്മൾ കഷ്ടപ്പെട്ട് കടന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. കാരണം പുള്ളിയെ തോപ്പിക്കാൻ പറ്റത്തില്ല. നമ്മൾ ജീവിതകാലം മൊത്തം കടന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പ്രാക്ടീസ് ചെയ്യാനും പുള്ളിയുടെ റെക്കോർഡ് പൊട്ടിക്കാൻ പറ്റത്തില്ല. കാരണം അതൊരു കോമൺ സെൻസ് ആണ്. അതുകൊണ്ട് നമുക്ക് പറ്റാവുന്ന ഗോളെ നമ്മൾ സെറ്റ് ചെയ്യുള്ളൂ. എന്നിട്ട് അതിനുവേണ്ടി പണിയെടുത്താലും നമുക്ക് കൃത്യമായിട്ട് ആ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് എത്തിപ്പെടാത്ത ഗോളിലോട്ടാണ് പല ആൾക്കാരും ടാർഗറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഷെയർ മാർക്കറ്റ് വെച്ച് കോടികൾ ഉണ്ടാക്കിയേക്കാം, 10 കോടി ഉണ്ടാക്കിയേക്കാം, 100 കോടി ഉണ്ടാക്കിയേക്കാം, അംബാനിയേക്കാൾ റിച്ച് ആകാം. അതുകൊണ്ട് ഗോൾ സെറ്റ് ചെയ്യുന്നതിൽ നമുക്കൊരു കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാട് വേണം. അവിടെയാണ് നമ്മൾ ബുദ്ധി ഉപയോഗിക്കേണ്ടത്, മനസ്സിലായോ? നമ്മളൊരു ബുദ്ധിമാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന ഗോളുകൾ, നമുക്കിത് ഈ കടമ്പ കടക്കാൻ പറ്റുമോ, ഇന്ന കാര്യങ്ങൾ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമോ, ഇങ്ങനത്തെ കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നത്, അതായത് ഈ പ്ലാനിങ് ഉണ്ടാക്കുന്നതിലാണ് നിങ്ങൾ ആ ബുദ്ധി കാണിക്കേണ്ടത്, മനസ്സിലായോ? ശരിക്കും ബുദ്ധി കാണിക്കുന്നത് ട്രേഡ് ചെയ്യുമ്പോഴും മറ്റു കാര്യങ്ങളല്ല. നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ട്രേഡിങ് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോഴും എങ്ങനെയാണ് അത് ട്രേഡ് ചെയ്യേണ്ടത്, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാകും, ഈ ഒരു പ്ലാനിങ്ങിൽ, ഈ ഒരു പ്ലാനിങ് പ്രോസസ്സിലാണ് കൃത്യമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. അവിടെയാണ് നമ്മുടെ ബുദ്ധി ഉപയോഗിക്കേണ്ടത്, മനസ്സിലായോ? ആ സ്ഥലത്ത് ബുദ്ധി ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ആ ഒരു സംഭവം ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ വളരെ കാഷ്വലായിട്ട് എടുത്തൊരു വീഡിയോ ആണ്. ഇതിനകത്ത് വലിയ ഇൻഫർമേഷൻ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല വലിയ ഇൻഫർമേഷൻ ഉണ്ടെന്ന്. പക്ഷേ പല ആൾക്കാർക്ക് ഇതൊന്ന് നമുക്ക് ചിന്തിക്കാനുള്ള കുറച്ച് ലീഡ് ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള കുറച്ച് പോയിന്റ്സ് ഞാൻ പറഞ്ഞത്. അല്ല ഇതിനകത്ത് ഒരുപാട് പഠിക്കാനൊന്നുമില്ല. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് പഠിപ്പിക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ശരിയാണോ, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഫീൽഡിലോട്ട് വരുന്നത് ശരിയാണോ, ഇങ്ങനെ ചിന്തിക്കണം. ചിന്തിച്ചിട്ട് മാത്രമേ നമ്മൾ കാര്യം ചെയ്യാവുള്ളൂ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, മനസ്സിലായി? അപ്പോൾ അതിനുവേണ്ടിയുള്ള വീഡിയോസാണ് ഞാൻ കൂടുതൽ ചെയ്യുന്നത്. അതുകൂടാതെ സൈക്കോളജി മറ്റ് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ മറ്റ് വീഡിയോസിനകത്ത് ഞാൻ പറയുന്നിട്ടുണ്ട്, ഇഷ്ടംപോലെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്ക് പ്രാക്ടീസ് ചെയ്യാം. പക്ഷേ ഇടയ്ക്ക് ഇങ്ങനെ 1-2 വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, അല്ല ചെയ്തിട്ട് കാര്യമുണ്ടോ, അല്ലെ നമ്മളിത് ചെയ്യേണ്ട ആളാണോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകണമല്ലോ. അതിനുവേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അതുകൊണ്ട് ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഉറപ്പാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. മാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ജീവിതത്തിൽ പ്രതീക്ഷിച്ച കാര്യങ്ങൾ നടക്കാതിരുന്നോ, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ മാറിപ്പോയോ, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യമല്ല നിങ്ങൾ ചെയ്യുന്നത്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. കാരണം നിങ്ങളുടെ കൂട്ടത്തിൽ ഇഷ്ടംപോലെ ആൾക്കാർ കാണും, കരിയർ സ്വിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ കാണും, നല്ല പൊട്ടൻഷ്യലുള്ള ആൾക്കാർ കാണും, നിങ്ങൾക്ക് നല്ലപോലെ പാട്ട് പാടാനുള്ള കഴിവുള്ള ആളായിരിക്കും. പക്ഷേ ആരും അറിയാതെ നിങ്ങൾ ഒരു ഓഫീസ് ജോലിയായിട്ട് നിൽക്കുകയാണ്. മാത്രമല്ല നല്ലപോലെ സ്പോർട്സ് ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾ ആ ഒരു ഫീൽഡിലല്ല നിൽക്കുന്നത്, വേറെ ഫീൽഡിലായിരിക്കും നിൽക്കുന്നത്. പക്ഷേ അവർക്കൊന്നൊരു പുറത്തുനിന്നൊരു സപ്പോർട്ടോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുണ്ടായിരിക്കും പല ആൾക്കും. പിന്നെ ഓരോരുത്തരുടെ ജീവിത സാഹചര്യങ്ങൾ കാണും, അതുകൊണ്ടായിരിക്കും അവർ നിന്ന് സ്വിച്ച് ചെയ്യാതെ ഇരിക്കുന്നത്. പക്ഷേ അവർ ഒരിക്കൽ സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ ലൈഫിലുണ്ടാകുന്ന വലിയ വലിയ മിറാക്കിളായിരിക്കും.
കാരണം നമ്മുടെ ഈ സെലിബ്രിറ്റീസിനെ തന്നെ നോക്കിയാൽ മതി, പല ആൾക്കാരും നിലവിൽ നിന്ന ഫീൽഡിൽ നിന്ന് മാറിയിട്ടാണ് ആ ഒരു ഫീൽഡിലോട്ട് വന്നത്. അതുകൊണ്ട് അവർക്ക് വലിയ വലിയ ഗ്രോത്ത് ഉണ്ടായത്. ഉദാഹരണത്തിന് നമ്മുടെ ടോവിനോയും ബേസിലും രണ്ടുപേരും എഞ്ചിനീയറിംഗ് ആയിരുന്നു. എഞ്ചിനീയറിംഗ് മാറിയിട്ട് ഇപ്പോൾ അവർ ഒരാൾ ഡയറക്ടറായി, ഒരാൾ ആക്ടറായി. ബേസിനെ ഡയറക്ടർ എന്ന് മാത്രം പറയാൻ പറ്റില്ല, ഗംഭീര ആക്ടറും കൂടാണ്. അപ്പം നമ്മൾ ആഗ്രഹിക്കുന്ന ലെവലോട്ട് നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അവിടെ ഒരു ചെറിയൊരു കഷ്ടപ്പാടുണ്ട് അവിടെ, മനസ്സിലാവും. ചിലപ്പോൾ അത് നമുക്ക് ഫേവറബിളായിട്ട് വരാം, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം നമുക്ക് മോശമായിട്ടും വരാം, പറയാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ ആ ആക്ഷൻ എടുത്താൽ മാത്രമേ ഉള്ളൂ നമുക്കത് ഫേവറബിളായിട്ട് വരുമോ അല്ല മോശമായിട്ട് വരുമോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഓൾവേസ് ടേക്ക് ദ ആക്ഷൻ. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഈ വീഡിയോയ്ക്ക് പറയാൻ. അപ്പം ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഹാപ്പി ഇൻവെസ്റ്റിംഗ്, ഹാപ്പി ട്രേഡിംഗ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.